കേരളത്തിലെ കോൺഗ്രസ് MLA-ക്കെതിരെ നടപടി സ്വീകരിച്ച വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. പാലക്കാട് MLA യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണമുയർന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റി. 48 മണിക്കൂർ തികയുന്നതിന് മുമ്പ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇന്ത്യയിൽ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കും എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതിനുശേഷമാണ് സിനിമാ താരം റിനി ജോർജിന്റെ വിവാദമായ വെളിപ്പെടുത്തൽ കേരളം ചർച്ച ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ റിനി ജോർജ് ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ആദ്യം ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. പിന്നീട് അവർ ദൃശ്യമാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് കൃത്യമായ നിലപാട് സ്വീകരിച്ചത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, CPM-ന്റെ MLA-മാർക്കും CPM-ന്റെ നേതാക്കന്മാർക്കുമെതിരെ ഇത്തരത്തിൽ ആരോപണം വരുന്ന പശ്ചാത്തലത്തിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു CPM സ്വീകരിച്ചത്. CPM-ന്റെ നിലവിലെ കൊല്ലത്തുനിന്നുള്ള MLA M മുകേഷ് ബലാത്സംഗ കേസിൽ പ്രതിയായിട്ട് പാർട്ടി ഒരു ചെറുവിരൽ അദ്ദേഹത്തിനെതിരെ അനക്കിയിട്ടില്ല. അതോടൊപ്പം ഇന്നത്തെ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനെതിരെ വലിയ വെളിപ്പെടുത്തൽ ഉണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദരേഖ പുറത്തു വന്നപ്പോൾ, കേരളത്തിലെ ഒരു സ്വകാര്യ ദൃശ്യമാധ്യമം ആ ശബ്ദരേഖ പുറത്തുവിട്ടപ്പോൾ AK ശശീന്ദ്രനെ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാടായിരുന്നു CPM-ഉം ഇടതുമുന്നണിയും സ്വീകരിച്ചത്. എന്നാൽ കോൺഗ്രസ് നിലപാട് വ്യത്യസ്തമാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് എന്നും ഉയർന്ന പരിഗണന നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് കോൺഗ്രസ് തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പുറത്തു വന്ന ഒരു ദൃശ്യമാണ് ചർച്ചയാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചാനൽ ചർച്ചയിൽ, അതോടൊപ്പം തന്നെ ഒരു മാധ്യമങ്ങൾക്ക് മുമ്പാകെ വലിയ ആരോപണം ഉന്നയിച്ച റിനി ജോർജ് എന്ന് പറയുന്ന ആ നടി, ആ സ്ത്രീ CPM-ന്റെ വേദിയിലെത്തിയിരിക്കുകയാണ്. പറവൂരിലെ ഒരു സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട CPM-ന്റെ സമ്മേളനത്തിൽ ഈ സ്ത്രീ എത്തിയപ്പോൾ തന്നെ അവരുടെ രാഷ്ട്രീയ ലൈൻ എന്താണെന്ന് കേരളം മനസ്സിലാക്കിയിരിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെയിറക്കാൻ പഠിച്ച പണി 18-ഉം CPM ശ്രമിച്ചത് ഒരു സ്ത്രീയെ മുൻനിർത്തിയായിരുന്നു. ആ സ്ത്രീയെ കൊണ്ട് ഇല്ലാ കഥകൾ പാടിപ്പിച്ച വല്ലാത്ത സമരം നടത്തിയ CPM-ന്റെ തനിനിറം കേരളം കണ്ടതാണ്. ഇപ്പോൾ റിനി ജോർജ് CPM-ന്റെ വേദിയിലെത്തുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ സംശയിക്കുന്നുണ്ട്, ഇത് CPM-ന്റെ മറ്റൊരായുധമാണോ എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച റിനി ജോർജ് നിയമ നടപടിക്ക് ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് അവർ നിയമ നടപടിക്ക് തയ്യാറാകാത്തത് എന്നൊരു ചോദ്യം കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഇതിനുശേഷമാണ് അവർ CPM-ന്റെ വേദിയിലെത്തിയത്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട CPM നടത്തിയ ഒരു സമ്മേളനത്തിന്റെ വേദിയിലെത്തിയ റിനി ജോർജ് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശശി, PK ശശി, AK ശശീന്ദ്രൻ, M മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നപ്പോൾ തീവ്രത അളക്കാൻ 2-അംഗ കമ്മീഷനെ നിയോഗിച്ച പാർട്ടിയാണ് CPM. ആ CPM എങ്ങനെ സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കും? ആ CPM എങ്ങനെ സ്ത്രീകൾക്ക് സംരക്ഷണ കവചമൊരുക്കും എന്നൊരു ചോദ്യം ആളുകൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റിനി ജോർജ് ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ നടപടിയെടുത്ത കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത്, ഒരു സ്ത്രീ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംരക്ഷിക്കേണ്ട ബാധ്യത അതെത്ര വലിയ നേതാവായാലും കോൺഗ്രസിന് ഇല്ല എന്നാണ്. അതേ വനിത ഇപ്പോൾ CPM-ന്റെ വേദിയിലെത്തുമ്പോൾ എന്ത് സന്ദേശമാണ് അവർ നൽകുന്നത്? സന്ദേശം എന്നൊരു സിനിമ നേരത്തെ സത്യൻ അന്തിക്കാടിന്റെ കേരളത്തിൽ പുറത്തു വന്നിരുന്നു. ആ സിനിമയിൽ ശങ്കരാടിയുടെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, എതിർ രാഷ്ട്രീയ പാർട്ടിയിൽ നല്ല ചെറുപ്പക്കാർ വളർന്നു വരുന്നുണ്ടെങ്കിൽ അവരെ വല്ല അവിഹിത ഗർഭക്കേസിലോ മറ്റോ കുടുക്കി അവരെ ഇല്ലായ്മ ചെയ്യണമെന്ന്. അത്തരത്തിലുള്ള ഒരു നീക്കമാണോ ഇപ്പോൾ നടത്തുന്നത് എന്നൊരു ചോദ്യം പൊതുജനത്തിന്റെ ഭാഗത്തുനിന്നും ഉയർന്നു കഴിഞ്ഞു. എന്തായാലും റിനി ജോർജ് CPM-ന്റെ സ്ത്രീ സംരക്ഷണ, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നടത്തിയ വേദിയിൽ പോയതോടുകൂടി അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെയിറക്കാൻ ഉമ്മൻചാണ്ടിക്കെതിരെ പോലും കള്ളക്കഥകൾ പാടിയ ഒരു സ്ത്രീയുടെ നാടകം കേരളം കണ്ടതാണ്. സമാനമായ തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തുമ്പോൾ മറ്റൊരു സ്ത്രീയെ ഉപയോഗപ്പെടുത്തുകയാണോ എന്ന സംശയം ആരെങ്കിലും ഉന്നയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ആ തരത്തിലാണ് CPM ഇപ്പോൾ ഈ റിനി ജോർജിനെ വേദികളിൽ കൊണ്ടു നടക്കുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച KJ ഷൈൻ എന്ന CPM-ന്റെ നേതാവ് റിനി ജോർജിനെ CPM-ലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർക്കെതിരെ പരാതി ഉയർത്തിയ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുക, അവർക്ക് സംരക്ഷണം കൊടുക്കുക. എന്നിട്ട് പോരെ ഇപ്പൊ നാട്ടിലെ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുന്നത് എന്നാരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ?
എന്നിട്ട് നിങ്ങൾക്ക് സ്ത്രീ സുരക്ഷ മുൻനിർത്തി പോരാടുന്ന ആളുകളെ നിങ്ങളുടെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യാം ഷൈൻ ടീച്ചറെ. എന്തായാലും ഇവരുടെ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് കേരളം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ത്രീയെ മുൻനിർത്തി നെറികെട്ട നാടകം നടത്താമെന്ന് CPM കരുതുന്നുണ്ടെങ്കിൽ സാക്ഷര കേരളത്തിൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന കേരളീയ സമൂഹം അത് പുച്ഛിച്ചു തള്ളുമെന്ന കാര്യത്തിൽ തർക്കമില്ല.